അതിനും പണി തീർത്ത ഈ വീട് കയറി കണ്ടു. നല്ല വീട്, നല്ല സൗകര്യങ്ങൾ. അതുപോലെ തന്നെ ഇങ്ങനെ വീട് കൊടുക്കുന്നു എന്ന് തീരുമാനിച്ചപ്പോൾ ആർക്ക് കൊടുക്കണം എന്നുള്ളതിലും ഏറ്റവും അർഹിക്കുന്ന ഒരു കുടുംബത്തെ തിരഞ്ഞെടുത്തതിലും ഞാൻ പ്രത്യേകമായിട്ട് ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുന്നു. ഒരു കാര്യത്തിൽ മാത്രമേ എനിക്കൊരു ചെറിയ അഭിപ്രായം ഇത്രയും ബഹളങ്ങളൊക്കെ വേണമായിരുന്നോ? അത് പിന്നെ ഓരോരുത്തരും നടത്തുന്നതാണ്. പക്ഷേ ഇത്രയും വേണമായിരുന്നോ എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും നല്ലൊരു പ്രവർത്തനമാണ് നിങ്ങൾ കാഴ്ചവെച്ചത്. 15 വീടുകൾ 1 കോടി രൂപ കളക്ട് ചെയ്ത് 15 വീടുകൾ പണിയുന്ന വലിയൊരു പ്രോജക്റ്റ് NGO അസോസിയേഷൻ. എല്ലാവരും ഈ ഒരു മനോഭാവം, എനിക്കെന്ത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. നമ്മുടെ രാജ്യത്ത് ആര് വിചാരിച്ചാലും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. സംസ്ഥാന ഗവൺമെന്റ് വിചാരിക്കാൻ സാധിക്കുന്നില്ല, കേന്ദ്ര ഗവൺമെന്റ് വിചാരിക്കാൻ സാധിക്കുന്നില്ല. പിന്നെ ഒരു വ്യക്തിക്കോ ഒരു സംഘടനയ്ക്കോ ഒരു പാർട്ടിക്കോ ഒരിക്കലും സാധിക്കുന്നില്ല. പക്ഷെ ഈ ഒരു മനോഭാവം, എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും മറ്റുള്ളവർക്ക്, ആ ഒരു ചിന്ത, ആ ഒരു താല്പര്യം, ആ ഒരു സമീപനം നമ്മുടെ നാട്ടില് ഉണ്ടാക്കുന്ന നല്ല അന്തരീക്ഷം, സ്വാർത്ഥതയ്ക്കപ്പുറത്തേക്ക് മറ്റുള്ളവരെ സഹായിക്കുന്ന അത് വലിയ ഒരു പ്രതികരണമായിരിക്കും നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത്. അതിന് NGO അസോസിയേഷൻ മാതൃക കാട്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പ്രത്യേകമായിട്ട് അവരെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ശ്രീ ഗോപകുമാർ കുടുംബത്തിനും ഐശ്വര്യപൂർണമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗോപകുമാറിന് ഒരു അസുഖമൊക്കെ ഉള്ള വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന് ആ കാര്യത്തിൽ പരമാവധി സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് NGO അസോസിയേഷന്റെ ഇതുപോലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയിട്ടുള്ള പ്രവർത്തനം തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. യോഗത്തിൽ ആശംസകൾ അർപ്പിക്കുന്നതിനായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാധനായ ശ്രീ ടോമി കല്ലാനി അവരുടെ ക്ഷണിക്കുന്നു. കേരളത്തിന്റെ മനുഷ്യ സേവകനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവർ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ NGO അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ മോഹനേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ക്രിസ്റ്റൻ മാത്യു, NGO അസോസിയേഷന്റെ സമാനാർത്ഥനായ ആദരണീയനായ ജനറൽ സെക്രട്ടറി ശ്രീ ദേവി മുരളി, പ്രിയങ്കരനായ ശ്രീ CI അബ്ദുൽ കരീം, ശ്രീ NGK മാത്യു, ശ്രീ KD പ്രകാശൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ OC ജേക്കബ്, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സിന്ധു, മറ്റ് ജനപ്രതിനിധികളെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും വോട്ടർ സംഘടന നേതാക്കന്മാരെ, NGO അസോസിയേഷന്റെ പ്രിയങ്കരനായ നേതാക്കന്മാരെ, എല്ലാത്തിനും ഉപരിയായി ഈ നാടിന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയാണ് NGO അസോസിയേഷൻ ഇന്ന് ഇവിടെ കാഴ്ചവെച്ചത്. മഹാത്മാ ഭവനദാന പദ്ധതിയുടെ ഭാഗമായി NGO അസോസിയേഷൻ നിർമ്മിക്കുന്ന ഭവനങ്ങളിലൊന്ന് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഗോപകുമാറിന്റെ താക്കോൽദാനം നിർവഹിച്ചുകൊണ്ട് മനുഷ്യ സേവനത്തിന്റെ ജനസേവനത്തിന്റെ ഉദാത്ത മാതൃകയായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവർ നിർവഹിച്ചിരിക്കുകയാണ്. എല്ലാം കൊണ്ടും മഹാത്മാഗാന്ധിജിയുടെ പേരിലുള്ള ഒരു ഭവനം ജനസേവനത്തിന് എവിടെയും എടുത്തു പറയാവുന്ന പര്യായമായ കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിന് നേതൃത്വം കൊടുത്ത NGO അസോസിയേഷന്റെ ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്തപ്പോൾ ഇതാണ് യഥാർത്ഥ മനുഷ്യ സ്നേഹം, ഇതാണ് യഥാർത്ഥ ജനസേവനം എന്ന് കേരളത്തിലെ ഏറ്റവും ശക്തമായ സർക്കാർ ജീവനക്കാരുടെ ഈ പ്രതികരിക്കുന്ന സംഘടന NGO അസോസിയേഷൻ തെളിയിച്ചിരിക്കുന്നു.
നൽകി ഉമ്മൻചാണ്ടി അവരെ സന്തോഷിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഗോപകുമാർ അദ്ദേഹത്തിന്റെ രോഗം, ആ രോഗത്തിന് മുഖ്യമന്ത്രിയുടെ ചികിത്സാ പദ്ധതിയിൽ നിന്നും ഒരു നല്ല തുക അദ്ദേഹം അനുവദിച്ചുകൊണ്ട് ജനമാണ് യഥാർത്ഥ യജമാനൻ എന്ന് തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ ജനസേവന സമ്പർക്ക പരിപാടി നാളെ കോട്ടയത്ത് നടക്കുകയാണ്. ഈ നാടിന്റെ വിവിധ ഭാഗത്തുനിന്നും ജില്ലയുടെ നാനാ ദിക്കിൽ നിന്നും 10,000-കണക്കിന് ആർത്തര്, അവസര്, ആലപ്പഹീനര്, രോഗികൾ യഥാർത്ഥത്തിൽ സഹായം അർഹിക്കുന്നവർ നമ്മുടെ മുഖ്യമന്ത്രിയുടെ കാരുണ്യ പെരുമഴയെ തേടി നാളെ കോട്ടയത്ത് എത്തും. അദ്ദേഹം അവർക്ക് അറിയിക്കുന്ന രീതിയിലുള്ള സഹായങ്ങൾ കൊടുക്കും എന്നുള്ള കാര്യം തർക്കമില്ല. തീർച്ചയായും ജനസമ്പർക്ക പരിപാടിയിലൂടെ ഈ നാടിനെ സ്നേഹിക്കുന്ന, രാജ്യത്തെ സ്നേഹിക്കുന്ന, ഇന്ത്യക്ക് മാതൃകയായ, ലോകത്തിന് തന്നെ മാതൃകയായ നമ്മുടെ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ നിയോജക മണ്ഡലത്തിൽ കൂറോപ്പടയുടെ മണ്ണിൽ ഇത്ര മനോഹരമായ സത്കർമ്മത്തിന് സാക്ഷ്യം വഹിച്ച നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി അനുമോദിക്കുന്നു, അഭിനന്ദിക്കുന്നു. ഈ നല്ല കാര്യം ചെയ്ത, ഇതിന് നേതൃത്വം കൊടുത്ത NGO അസോസിയേഷനെ ഒരിക്കൽ കൂടി അനുമോദിക്കുന്നു. ഇതിന് സാക്ഷികളായ നല്ലവരായ ഭരണസ്നേഹികളായ കൂറോപ്പടയിലെ നല്ലവരായ നാട്ടുകാർക്ക്, ഇവിടുത്തെ കോൺഗ്രസുകാർക്ക്, ഇവിടുത്തെ പ്രദേശവാസികൾക്ക്, ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി അനുമോദനം നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി NGO അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ മുല്ലസാറ് ഈ മഹാത്മാ മന്ദിരത്തിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി നാം തയ്യാറായിക്കൊണ്ടുവന്ന മഹാത്മാഗാന്ധിയുടെ എണ്ണച്ചായ ചിത്രം കൈമാറിക്കൊണ്ട് സംസാരിക്കുന്നു. ഗവൺമെന്റ് താക്കോല് വാങ്ങിക്കൊടുത്തു. രചിത, ഈ പണം ഈ വീടിനോടത്തോളം കാലം സൂക്ഷിക്കണം. അതിൽ എന്നെ ഘടന ചെയ്യണ്ടല്ലോ വെച്ചെന്തി സമയമാണ്. പിള്ളേരെ നമുക്ക് വാങ്ങിക്കാം. കുഞ്ഞു കൊച്ചോടെ നിൽക്കുക. കുഞ്ഞു കൊച്ചിനെ കുട്ടി രണ്ടുപേരോട് മറ്റേ മോളെന്തി തെറിവില്ല. നമുക്ക് സമയമുണ്ടല്ലോ, എല്ലാം നന്നായിട്ട് പഠിക്കാം. ഈ വിളക്കം വേണം നമുക്കൊരു സൈഡിലേക്ക് വെക്കാം സാറേ. ആ സൈഡിലേക്ക് മാറ്റാം. മൈക്കിന് മുമ്പിലേക്ക് വെക്കാം സാറേ. അല്ല അവിടെ മൈക്കിന് മുമ്പിലേക്ക് അവിടെ പാടാം. താഴെ വെച്ചാൽ കിടക്കും. താഴെ വെച്ചാൽ നിരപ്പല്ല. വിളക്കിൻ്റെ അങ്ങോട്ട് വയ്ക്കാം. ഇച്ചിരി പുറകോട്ട് വയ്ക്കാം നമുക്ക്. അത് പുറകോട്ട് നീങ്ങില്ല. ഞാൻ സൈഡിൽ വെച്ചാൽ ഞാൻ വെച്ചുതരാം. ഒന്ന് പോകണം. ആ ശരി. ചേട്ടാ നേരെ അങ്ങനെ പിടിച്ചാൽ പിടിച്ചെടുക്കാം. എടുത്തുപിടിക്കോ? അല്ലെങ്കിൽ പിടിച്ചില്ല. ചെറിയ ചാറ്റൽ മഴ ഈ നല്ല മുഹൂർത്തത്തിന് സാക്ഷിയാകുകയാണ്. പ്രിയപ്പെട്ട കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ NGO അസോസിയേഷന് ഇതുപോലുള്ളൊരു വലിയ കർമ്മം നിർവഹിക്കുവാൻ കഴിഞ്ഞതിൽ ഈ നാട്ടിലെ പ്രിയങ്കരായ നാട്ടുകാരെ ആദ്യമായി NGO അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുക. യോഗത്തില് പ്രിയങ്കരനായ ജില്ലാ പ്രസിഡന്റ് NGO അസോസിയേഷന്റെ ഏറ്റവും ശക്തനായ ശ്രീ മോഹനചന്ദ്രൻ, ജില്ലാ സെക്രട്ടറി പ്രിയങ്കരനായ ശ്രീ WK മാത്യു, ജില്ലാ ട്രഷറർ ശ്രീ പ്രകാശൻ, ഈ
മഹാത്മാ മന്ദിരത്തിന്റെ താക്കോൽദാന കർമ്മം നിർവഹിച്ച ജനസമ്പർക്ക പരിപാടിയുമായി കേരളത്തിൽ ജനങ്ങളുടെ പ്രിയങ്കരനായി മാറിയ UN അവാർഡ് വാങ്ങിയ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ അവർ ഈ സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിച്ച പ്രിയങ്കരനായ ICCയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടോമി കല്ലാനി, ഈ വേദിയിലുള്ള NGO അസോസിയേഷന്റെ പ്രിയങ്കരനായ വൈസ് പ്രസിഡന്റ് ശ്രീ MD അർജുനൻ, പ്രിയങ്കരനായ പുതിയതായി കോട്ടയം ജില്ലയ്ക്ക് അംഗീകാരം നൽകിക്കൊണ്ട് NGO അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ VA അബ്ദുൽ കരീം, ഈ വേദിയിലുള്ള പ്രിയപ്പെട്ട സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ശ്രീമതി രജീന, ശ്രീമതി ഗിരിജ ജോജി, ശ്രീ ഹസൻ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട നേതാക്കളെ, NGO അസോസിയേഷന്റെ ജില്ലാ ഭാരവാഹികൾ, ബ്രാഞ്ചുകളിൽ നിന്നും എത്തിച്ചേർന്നിരിക്കുന്ന ബ്രാഞ്ച് പ്രസിഡന്റ്, സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ, പ്രവർത്തകർ, വനിതാ പ്രവർത്തകർ, പ്രിയപ്പെട്ട കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും KSUടെയും അതോടൊപ്പം തന്നെ പോഷക സംഘടനയുടെയും പ്രിയപ്പെട്ടവർ, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യം ഒരു സർവീസ് സംഘടന, അത് ഇന്ത്യയിൽ ലോകത്തും ആദ്യമായി 1 കോടി രൂപ ചെലവ് ചെയ്ത് 14 ജില്ലകളിൽ 15 വീടുകൾ, അതിൽ 6ാമത്തെ വീടിന്റെ താക്കോൽദാന കർമ്മമാണ്. ജനനന്മയ്ക്ക് വേണ്ടി ജനസമ്പർക്ക പരിപാടിയുമായി ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന, ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ജനകോടികളുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് നിലവിളക്ക് കൊളുത്തി താക്കോൽ നൽകിക്കൊണ്ട് നിർവഹിച്ചത്. കേരളത്തിൽ 39 വയസ്സ് പൂർത്തിയാക്കുന്ന NGO അസോസിയേഷൻ